കലണ്ടറിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതെന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട്. ഇത് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന വർഷത്തെ, ഏത് വർഷമാണോ തന്നിരിക്കുന്നത് ആ വർഷത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം, അതായത് ശിഷ്ടം 1 ആണ് കിട്ടുന്നതെങ്കിൽ, ശിഷ്ടം 1 ആണെങ്കിൽ വർഷത്തോടൊപ്പം നമ്മൾ 6 കൂട്ടണം. ശിഷ്ടം 1 ആണെങ്കിൽ വർഷത്തോടൊപ്പം 6 കൂട്ടണം. ശിഷ്ടം 2 3 ആണെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വർഷത്തോടൊപ്പം 11 കൂട്ടണം. ഇനി ശിഷ്ടമില്ല, അതായത് 0 ആണ് ശിഷ്ടമെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോടൊപ്പം നമ്മൾ 28 കൂട്ടണം. മനസ്സിലായ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ശിഷ്ടം 1 ആണെങ്കിൽ വർഷത്തോടൊപ്പം 6 കൂട്ടുക. ശിഷ്ടം 2 3 ആണെങ്കിൽ വർഷത്തോടൊപ്പം 11 കൂട്ടുക. ശിഷ്ടം 0 ആണെങ്കിൽ വർഷത്തോടൊപ്പം 28 കൂട്ടുക. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ 2024 ആണ്. 2024 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 2024 എന്ന് പറഞ്ഞാൽ അതൊരു 4ന്റെ ഗുണിതമാണ്, അല്ലേ? 4ന്റെ ഗുണിതമാണ്. 4ന്റെ ഗുണിതമായതുകൊണ്ട് തന്നെ നമുക്ക് ശിഷ്ടം എത്രയായിട്ട് വരും? ശിഷ്ടം നമുക്ക് 0 ആയിട്ട് വരും. ശിഷ്ടം 0 ആയിട്ട് വരും. ഓക്കെ അല്ലേ? ശിഷ്ടം 0 ആയിട്ട് വരും. അപ്പൊ ആ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 28 ആണ്. അപ്പൊ 2024 പ്ലസ് 28 നമുക്ക് എത്ര കിട്ടും? 2052 കിട്ടും. 2052 കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2052. ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു ചോദ്യം തരികയാണ്. 2025 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണ്? വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക.